ഫ്രണ്ട്സേ ധന്യാണേ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിൽ ശരിക്കും ഒരു മുസ്ലിം മത വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ഖബർ ജീവിതം അല്ലെങ്കിൽ ഖബറടക്കൽ എന്ന് പറയുന്നത്. അത് ഒരു ഹിന്ദുമത വിശ്വാസി, ഞാനിവിടെ മതം എടുത്ത് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുതേ, അത് ഒരു യൂട്യൂബർ കൂടിയാണ്. അദ്ദേഹം ഒരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇത് കാണിക്കുന്നത് കേട്ടോ. അവർ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യുന്നൊരു ആൾക്കാരാണ്. അപ്പോൾ അവർ ചലഞ്ച് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖബറിനകത്തുള്ള ജീവിതം എന്താണെന്ന് ഒറിജിനലായിട്ട് ജീവനോട് കൂടിയുള്ള ആൾക്കാർ ആ ഖബറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കും, എന്തൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചലഞ്ച് വീഡിയോ ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് കാറ്റും മഴയും വരികയും അവർക്ക് ദേഹാസ്വാസ്ഥ്യം വരികയും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ആ ഒരു ഖബറിൻ്റെ അകത്ത് വെച്ചിട്ട്. അങ്ങനെ അവരെ ചിരിച്ചു കളിച്ച് പോയ ആളുകൾ, അതുപോലെ അള്ളാഹുവിനെ വെല്ലുവിളിച്ച ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ദൈവമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു പ്രപഞ്ച ശക്തി നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമുക്കൊപ്പം ആ ഒരു ദൈവിക ശക്തിയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ദൈവങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കരുത്, ചലഞ്ചിന് ഉപയോഗിക്കരുത്. കാരണം അവിടെ നിന്ന് കിട്ടുന്ന എന്തൊരു ശിക്ഷയും ഏറ്റുവാങ്ങാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തായാലും ടാറ്റാ.